Boche Gold and Diamonds. Buy now, pay later. പ്രവാസി വ്യവസായി മലപ്പുറം സ്വദേശി വി.പി. മുഹമ്മദ് അലിയെ തൂക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോയി 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കുറ്റകൃത്യത്തിന്റെ ബുദ്ധികേന്ദ്രം വിദേശത്ത് കഴിയുന്ന കൊടും കുറ്റവാളിയായ മലയാളിയെന്ന് അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കണ്ണിയമ്പുറം ജെ.കെ. നഗർ ചാത്തൻ പിലാക്കൽ വിഷ്ണു എന്ന സൽമാനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത്. വിദേശത്ത് കഴിയുന്ന കൊട്ടേഷൻ സംഘത്തലവൻ അവിടെ ഇരുന്നാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചതെന്നും തട്ടിക്കൊണ്ടുപോകാനും തടവിൽ പാർപ്പിക്കാനുമായി 2 വ്യത്യസ്ത സംഘങ്ങളെ ചുമതലപ്പെടുത്തുകയായിരുന്നെന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം. കോതകുരിശി പത്തംകുളത്തെ വീട്ടിൽ തടവിൽ പാർപ്പിക്കുന്നതിന്റെ ഏകോപനം വിഷ്ണുവിന്റെ നേതൃത്വത്തിലായിരുന്നു. മോചനദ്രവ്യമായി കുടുംബത്തോട് ആവശ്യപ്പെട്ട 70 കോടി രൂപ ലഭിക്കുന്ന മുറയ്ക്ക് പ്രതിഫലം നൽകാമെന്നായിരുന്നു വിദേശത്ത് കഴിയുന്ന കൊട്ടേഷൻ സംഘത്തലവന്റെ വാഗ്ദാനമെന്ന് വിഷ്ണു മൊഴി നൽകി. ഇയാളെ വിദേശത്തു നിന്നും നാട്ടിലെത്തിച്ച് പിടികൂടാൻ നിയമപരമായ നടപടികൾ തുടങ്ങി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മാവൂരിൽ നിന്ന് ഏറ്റുമുട്ടലിലൂടെ പോലീസ് സാഹസികമായി പിടികൂടിയ വിഷ്ണുവിനെയും കാസർകോട് ഭീമനടി ചിറ്റാരിക്കൽ ഒറ്റത്തൈൽ ഷമീറിനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വിഷ്ണുവിനെ രക്ഷപ്പെടാൻ സഹായിച്ചതിനാണ് ഷമീറിന്റെ അറസ്റ്റ്. 2025 ഡിസംബർ 6-നാണ് പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ കൊട്ടേഷൻ സംഘം പട്ടാമ്പി തിരുമിറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിനു സമീപത്തു നിന്നും തട്ടിക്കൊണ്ടുപോയത്. മുഹമ്മദ് അലി കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെ കാർ തടഞ്ഞ് ആക്രമിച്ച ശേഷം തോക്ക് ചൂണ്ടിയാണ് കൊട്ടേഷൻ സംഘം കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് പത്തംകുളത്തെ വീട്ടിലെത്തിച്ച ശേഷം വീഡിയോ ചിത്രീകരിച്ച് ബന്ധുക്കൾക്കയച്ച് 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടെന്നാണ് കേസ്. രാത്രി കാവലിരുന്ന സംഘം മദ്യപിച്ച് ഉറങ്ങിയതിനു പിന്നാലെ പുലർച്ചെ 4:30 മുഹമ്മദ് അലി പരിക്കുകളോടെ രക്ഷപ്പെട്ട് റോഡിലെത്തുകയായിരുന്നു. കേസിലെ മുഖ്യ സൂത്രധാരൻ വ്യവസായിയുടെ ബന്ധു പൂങ്ങോട് സ്വദേശി സിയാസ് ആണെന്ന് തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘം ഇയാളെ മാസങ്ങൾക്ക് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ കോഴിക്കോട് നിന്ന് പിടിയിലായവർ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 22ആയി. ഇനിയും ഏറെ പേർ പിടിയിലാകാനുണ്ട്. ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ വി. രവികുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.